അപ്പോൾ ആ ഒരു റേഞ്ചൊക്കെ വരും. പക്ഷേ വിശ്വസിച്ചെടുക്കാം. ഒരു ബൈക്ക് കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കാം. ലോ ബഡ്ജറ്റാണ്. അത്യാവശ്യം നല്ല എക്കണോമിയും കിട്ടും. എന്നാൽ ഡീസലിൻ്റെ ആയിട്ടുള്ള ആ ഒരു സുഖവും നമുക്ക് കിട്ടും. T1 BHP വരുന്ന, അതായത് കലക്കൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കലക്കൻ പെർഫോമൻസ്. ഒരു ലോ ബഡ്ജറ്റിൽ ഒരു പെർഫോമൻസ് കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന, നമ്മൾ ആക്ച്വലി നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു ബൈക്ക് റിലേറ്റഡ് സ്റ്റഫ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ചാനലായിരുന്നു. കഴിഞ്ഞ 7-8 വർഷമായി ബൈക്കാണ്. എനിക്ക് തോന്നുന്നു ഒറ്റ തവണ എന്തോ ആണ് കാറിൻ്റെ ഒരു റിവ്യൂ ഇട്ടത്. മോട്ടോർ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടുമല്ലോ. മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയുമ്പോൾ ബൈക്കും കാറും എല്ലാം ഉൾപ്പെടും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ബൈക്കിലാണ് എൻ്റെ ഒരു ക്രൈസ് സ്റ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ കൊണ്ട് ഇപ്പം കാറിൻ്റെ ഒരു ഹരം മനസ്സിലോട്ട് പണ്ടും ഉണ്ട്. ബട്ട് എന്നിരുന്നാലും പറഞ്ഞാൽ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഒരു വണ്ടിയും എടുത്ത് ഇപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട്, വണ്ടി അപ്പുറത്ത് കിടക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലും ബൈക്ക് ഇഷ്ടപ്പെടുന്ന 95% ആൾക്കാരാണ് ഉള്ളത് നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ 95%-ൽ 5% ആൾക്കാർ നമുക്ക് കാറും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു 5-ൽ മേൽ കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ ഒരു വണ്ടിയുടെ ഈ നമ്മുടെ പുണ്ടോ മേടിച്ചതിൻ്റെ വീഡിയോ ഇട്ടപ്പം ആ വണ്ടിയെ പറ്റിയിട്ട് എനിക്ക് പോലും അറിയാത്ത ഒരുപാട് അറിവുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു കമൻറ്റ് ബോക്സ് വഴി. ഒരുപാട് നന്ദിയുണ്ട്. കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി കാറിൻ്റെ വീഡിയോസൊക്കെ ഇടാനൊരു പ്ലാനുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുകയാണ്. കാരണം ഞാൻ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇനി ബൈക്കിനി എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും കാറിൻ്റെ ഉപയോഗത്തിന് കാർ എന്തായാലും വേണം. കാർ അങ്ങനെ വേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനൊരു കാറ് വാങ്ങി. എൻ്റെ ബഡ്ജറ്റിൽ ഞാൻ കാറ് നോക്കിയപ്പോൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കാർ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു ബലേനോ എടുക്കണമെങ്കിൽ പോലും EMI ഇട്ട് എടുക്കാനാണെങ്കിൽ പോലും മാസം 10-15,000 രൂപ പറക്കണം. അല്ലെങ്കിൽ 7-8 ലക്ഷം രൂപക്ക് അടുത്താവും. അപ്പം സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഡെയിലി കൂലിയും അതുപോലെ തന്നെ മാസം ഒരു 20,000 രൂപ ശമ്പളം ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കാറ് വാങ്ങിക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി ടാസ്ക് പിടിച്ചൊരു പണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് നോക്കും, ബഡ്ജറ്റ് കാറിലോട്ട് നോക്കും. അപ്പം ബഡ്ജറ്റ് അങ്ങനെ ഒരുപാട് ആൾക്കാർ തപ്പുന്നതായിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ കാറിനെ പറ്റി അത്ര വലിയ അറിവ്, ബൈക്കിൻ്റെ അടുത്ത് എൻ്റെ പാതിരാത്രി എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരും, കാറിൻ്റെ ചോദിച്ചാലും പറഞ്ഞുതരാം. പക്ഷേ ഒരു ഡോക്ടറേറ്റ് പോലെ ബൈക്കിൻ്റെ കാര്യം പറയുന്നത് പോലെ കാറിൻ്റെ കാര്യം പറഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരു ആദ്യത്തെ ചുവട്ടടി പോലെ ഞാൻ കാറ് തപ്പിയപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ കുറേ കാറുകളുണ്ട്. അതായത് ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം ബൈക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം 150ക്ക് തന്നെ 2 ലക്ഷം രൂപ അടുത്തായി. ഒരു 2.5 ലക്ഷത്തിന് താഴെ പ്രീമിയം ബൈക്കിനെ കാട്ടിലും ഒരു 300-400 cc ബൈക്കിനെ കാട്ടിലും വില കുറവായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന, എന്നാൽ അധികം പണി തരാത്ത, നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന, ഞാൻ ഇത്രയും കുറേ തപ്പിയിട്ടാണ് സത്യം പറഞ്ഞാൽ പുണ്ടോയിലേക്ക് എത്തിയത്. പുണ്ടോയിലേക്ക് എത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ വഴക്ക് പറഞ്ഞു, എന്തിനാടാ പുണ്ടോ ഒക്കെ എടുത്തതെന്ന് ചോദിച്ചിട്ട്. പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പണി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഈ എഞ്ചിനാണ് സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണി വരാനുള്ള ചാൻസ് ഒന്നും എൻജിൻ സൈഡില്ല. പിന്നെ ചില പാർട്സൊക്കെ ചെറിയ ടാസ്ക് ആയിരിക്കും, സോഴ്സ് ചെയ്തെടുക്കാൻ ചെറിയ പാടാണ്. കാര്യം ഇന്ത്യയിൽ ഇല്ലാത്തൊരു കമ്പനിയാണ്, അധികം വിറ്റ് പോകാത്തൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയിലൊന്നും പുണ്ടോ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴക്കൊക്കെ വന്നായിരുന്നു. എന്നാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഈ ഒരു പ്രൈസിൽ. 2 ലക്ഷത്തിന് താഴെ പോയാലും ഒരു ഫാമിലിക്ക് മഴ കൊള്ളാതെ AC ഇട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നോട്ട് ചെയ്തോ. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റിലത്തെ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വിഫ്റ്റാണ്. അതായത് 2011 മോഡൽ സ്വിഫ്റ്റ് ജനറേഷൻ 1 സ്വിഫ്റ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ സെയിം എൻജിൻ തന്നെയാണ് ആ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. നമുക്ക് ഒരു ഡീസൽ വണ്ടി എന്നുള്ള ആഗ്രഹവും ആവും. എന്നാൽ പെർഫോമൻസിന് വലിയ രീതിയിലുള്ള കുറവൊന്നും വരുത്തുമില്ല. പിന്നെ ടെസ്റ്റ് ചെയ്ത വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിനൊരു 2.5 അടുത്ത് കൊടുക്കേണ്ടെങ്കിലും വരും. 2.5 അല്ല, ഒരു 2.30, 2.20 ആ റേഞ്ചിൽ ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത വണ്ടി നമ്മൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. എന്താ പയ്യെ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ
ആ ഒരു റേഞ്ചൊക്കെ വരും. പക്ഷേ വിശ്വസിച്ച് എടുക്കാം. ഒരു ബൈക്ക് കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കാം. ലോ ബഡ്ജറ്റാണ്. അത്യാവശ്യം നല്ല എക്കണോമിയും കിട്ടും. എന്നാൽ ഡീസലിൻ്റെ ആയിട്ടുള്ള ആ ഒരു സുഖവും നമുക്ക് കിട്ടും. പിന്നെ മാരുതിയാണ്. അങ്ങനെ ഭീകരമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും വരത്തില്ല. സ്പെയർ എവിടെ പോയാലും കിട്ടും. ഈ ബജാജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും സ്പെയർ നമുക്ക് അവൈലബിലിറ്റി നമുക്ക് കിട്ടും. അതാണ് എൻ്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ വണ്ടി. ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ടെസ്റ്റ് കഴിയാത്ത വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 1.80 ടെസ്റ്റ് എടുക്കുന്ന വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം. വീണ്ടും അതിനകത്ത് നമ്മൾ പൈസ നല്ല രീതിയിൽ മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ബാധ്യതയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏത് വണ്ടി എടുക്കാൻ പോയാലും നല്ലൊരു പോയിക്കേ ഒരു വീഡിയോ എടുക്കുമ്പോൾ എത്രയോ ആൾക്കാരാണ് വരുന്നത്. അപ്പം ഒരു നമ്മൾ പറഞ്ഞു നിർത്തിയ അവിടെ ഏത് വണ്ടി എടുത്താലും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ഫുള്ള് ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഈ കാർ എന്നൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ബൈക്ക് പോലെ ആയിരിക്കത്തില്ല. നല്ല രീതിയിൽ എക്സ്പെൻസ് ഇറങ്ങും. വണ്ടി ഒന്ന് ഓണാക്കട്ടെ, നല്ല ചൂട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് 2 ലക്ഷം രൂപയൊക്കെ എടുത്ത് വണ്ടി എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ പൈസ ഒക്കെ ഷോർട്ടായതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ വണ്ടികളിലോട്ടൊക്കെ വരുന്നത്. സോ അതാണ് ആദ്യത്തെ വണ്ടി. രണ്ടാമത്തെ എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ പുണ്ടോ. പുണ്ടോ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കണം ഈ വണ്ടി എടുക്കേണ്ടത്. ഒന്ന് പോയിക്കേ. കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കണം ഈ ഒരു വണ്ടിയിലോട്ട് വരേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ പക്ക ഡ്രൈവേഴ്സ് കാറാണ് ഈ പുണ്ടോ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും സ്റ്റെബിലിറ്റിയും ഹാൻഡിലിങ്ങും ഒക്കെ ഉള്ള വണ്ടിയാണ്. സ്വിഫ്റ്റിൽ വരുന്ന എഞ്ചിനാണ്, ഈ വണ്ടിയുടെ എഞ്ചിനാണ് സ്വിഫ്റ്റിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഇതിനകത്ത് 2 വേരിയൻ്റ് 90 HP 75 HP. ഹാസിൽ ഫ്രീ ആയിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ, വലിയ ടെൻഷൻ ഇല്ലാതെ കൊണ്ട് നടക്കണമെങ്കിൽ 75 bhp മതിയാവും. ഹൈവേയിൽ ഒരു മോഡറേറ്റ് പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. ഹൈവേയിൽ പെർഫോമൻസും പിന്നെ മെയിൻ്റനൻസ് അത്ര വലിയ വിഷയം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 90 HP എടുക്കാം. പെർഫോമൻസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരിക്കും. പിന്നെ പറയാനുള്ളൊരു കേസ് എന്ന് പറയുന്നത് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. മാരുതിയും ഹുണ്ടായും പോലെ കിട്ടത്തില്ല, പക്ഷേ എന്നാൽ സോഴ്സ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പക്ക ഡ്രൈവേഴ്സ് കാറാണ് എന്ന് പറയാനുള്ള കാരണം. ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കാറാണ് ഈ വണ്ടി. പിന്നെ മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഹ്യൂണ്ടായി ഇയോൺ ആണ്. അത് ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന വണ്ടിയാണ്. അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയൊക്കെ കിട്ടും. 2018 മോഡലൊക്കെ കാർസ് 24 170-നും 150-നും ഒക്കെ കിടക്കുന്നു. അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതല്ലോ. അത്യാവശ്യം നമുക്ക് വിശ്വസിച്ച് എടുക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയൊരു കോർപ്പറേറ്റാണ് കാർ 24. പ്രൊമോഷനൊന്നും അല്ല, ഞാൻ ആർക്കെങ്കിലും ഉപകാരം ആകട്ടെ എന്ന് വിചാരിച്ച് പറയുന്നൊരു കാര്യമാണ്. കാർസ് 24 അത് വേണ്ട, വീട് ഞാൻ അവരുടെ പ്രൊമോഷനാണെന്ന് പറയാം. അവർക്കും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും, അവർ മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാറാണ്. ഒരു ആൾട്ടോ ലെവലിലൊക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇയോൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടും. ആൾട്ടോയ്ക്ക് ലുക്കില്ലെന്നല്ല, കുറച്ചുകൂടെ ഒരു വലിയ കാറിൻ്റെ ഒരു ഫീല് കിട്ടും. കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് ലെവലിൽ കമ്പയർ ടു ആ 800 ലെവലിലൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇയോൺ കുറച്ച് മച്ച് ബെറ്റർ ആയിട്ട് തോന്നും. ലോങ് റൈഡിലൊക്കെ നമുക്ക് കുറച്ച് ലെഗ് റൂമും കുറച്ച് സ്പേഷ്യസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സാധനം വലിയ രീതിയിലൊന്നും വരുന്നില്ല. ഒരു 150 പുതിയ ബൈക്ക് എടുക്കുന്ന പൈസ ആവുന്നുള്ളൂ. മോഡൽ ടെസ്റ്റെങ്ങും അടുത്തെങ്ങും വരാൻ സാധ്യതയില്ലാത്ത വണ്ടിയാണ് ഇയോൺ എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ വണ്ടി. അതെൻ്റെ മനസ്സിലുള്ളൊരു വണ്ടിയായിരുന്നു. അത് ഏകദേശം എടുക്കുന്ന ലെവലിലൊക്കെ എത്തിയതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു കാറ് മാത്രം മതി എന്നായിരുന്നു ആദ്യം. പിന്നീട് അത് ഇച്ചിരി കൂടെ ഒരു സ്റ്റെബിലിറ്റിയും പെർഫോമൻസൊക്കെ വേണമെന്ന് ഈ കണ്ണും പൂട്ടി സ്പെയറിൻ്റെ ഒന്നും വിഷയം നോക്കാതെ പോയി എടുത്താണ് ഫുണ്ടോ. നാലാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് മാർക്കറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫോർഡ് ഫിഗോ ആണ്. ഫോർഡ് ഫിഗോയെ സംബന്ധിച്ചിട്ട് നിർത്തിപ്പോയ ഒരു കമ്പനി ആണെങ്കിലും ഫിയറ്റിൻ്റെ അത്രയും ഒരു അവൈലബിലിറ്റി കുറവായിട്ട് തോന്നി. ഫിയറ്റിന് അവൈലബിലിറ്റി ഇല്ലെന്നല്ല, അത്രയ്ക്ക് ഇല്ലാത്തൊരു സംഭവമാണ് ഫോർഡ് ഫിഗോയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ നിലവിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ തിരിച്ചു വരുന്നൊക്കെ റൂമർ കേൾക്കുന്നുണ്ട്, എന്തോന്ന് അറിയത്തില്ല. ഫിയറ്റും വരുന്നതെന്നൊക്കെ പറയുന്നത് എന്തോന്ന് അറിയത്തില്ല. വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ രാജാവായി. ഇപ്പം വിറ്റ് കഴിഞ്ഞാൽ നല്ല എമൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ ഫിഗോ ഇൻജക്ടർ കംപ്ലൈൻറ്റ് പല ആൾക്കാരും മെൻഷൻ ചെയ്തു. പക്ഷേ ഡ്രൈവിംഗ് ഡൈനാമിക്സ് വണ്ടി ഓടിക്കുന്നതിന് ഒക്കെ
പക്കാണ്, നല്ല മൈലേജും കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒതുങ്ങിയ വണ്ടി എന്നാൽ നല്ലൊരു പെർഫോമൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോർഡ് ഫിഗോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇഞ്ചക്ടറൊക്കെ നോക്കി തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി തന്നെ കിട്ടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി നാലാമത്തെ വണ്ടി, അഞ്ചാമത്തെ വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് വെർണയാണ്. വെർണ നിങ്ങളൊരു പെർഫോമൻസ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വെർണ 2012, 13, 11 വേരിൻ്റെയൊക്കെ നിങ്ങൾക്ക് കിട്ടും. 121 BHP വരുന്ന, അതായത് കലക്കം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കലക്കം പെർഫോമൻസ്. ഒരു ലോ ബഡ്ജറ്റിൽ ഒരു പെർഫോമൻസ് കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CRDE വെർണ ആ മോഡൽ എടുത്തോ. ഞാൻ എടുക്കുന്ന ലെവൽ ഒരു അത്യാവശ്യം, ഞങ്ങളുടെ വീട്ടിൽ വഴി സൗകര്യം അത് ആവത്തില്ല വെർണയ്ക്ക്. നല്ല കിടിലം വണ്ടിയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 270, 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ഒരു 2 കൊല്ലം മുമ്പ് വരെ ടെസ്റ്റ് കിടക്കുന്ന വണ്ടികളൊക്കെ കിട്ടും. 2 കൊല്ലം ഓടിച്ച് ടെസ്റ്റ് ചെയ്താലും വണ്ടി മുതലാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ലോങ് ടൈം ഇഷ്യൂസ് ഒന്നും എനിക്കറിയത്തില്ല. ആ പ്രൈസിന് വാല്യൂ ആണ്. പിന്നെ ഹ്യൂണ്ടായി ആണ് നമുക്ക് പിടിച്ചു നിർത്താതെ ഉള്ള കയ്യിലൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പം നിലവിൽ സജസ്റ്റ് ചെയ്തത്. കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോക്കകത്ത് കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ എത്ര വണ്ടി പറഞ്ഞു? ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ്, പിന്നെ പുണ്ടോ ഞാൻ സജസ്റ്റ് ചെയ്ത്. പുണ്ടോ ഞാൻ ഒരിക്കലും ഒരു സാധാരണക്കാരനെ, അതായത് ഒരു കാർ മതി ഇയോൺ ലെവലിലൊക്കെ നോക്കുന്ന ഒരാൾ കാറിൻ്റെ ഹാൻഡ്ലിംഗ് ഒന്നും നോക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം പാർട്സ് എവിടെയെങ്കിലുമൊക്കെ ചെറിയ തട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹ്യൂണ്ടായും മാരുതിയും പോലെ എളുപ്പത്തിൽ കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇയോണ്, പിന്നെ വേറെ ഏതോ ഒരു വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഫിഗോ, അതുപോലെ തന്നെ വെർണ. ഈ 5 വണ്ടികൾ ഞാൻ തപ്പി ഒരുപാട് നോക്കി. എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ വണ്ടിയാണ്. അവസാനം ഞാൻ എത്തിപ്പെട്ടത് പുണ്ടോയിലാണ്. എനിക്ക് മെയിനായിട്ടും ആ പുന്തോടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ആ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്, ഈവോടെ ആ ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റ്, ആ ഒരു റെഡ് കളറ്, എല്ലാത്തിനും ഉപരി ഫിയറ്റ് ആ ഒരു ഹാൻഡിലിങ്, ആ ഒരു വെയിറ്റ് 1100 കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെയിറ്റും എല്ലാം കൂടെ എനിക്കെന്തോ ആ വണ്ടിയിലൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. ഹൈവേ സ്റ്റെബിലിറ്റിയൊക്കെ. സോ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഞാൻ നോക്കിയില്ല. പിന്നെ ഷോറൂമിലൊക്കെ വിളിച്ചു നോക്കിയ സമയത്ത് ചില പാർട്സിനൊക്കെ ഉള്ള ഡിലേ, അല്ലാതെ ഓൾമോസ്റ്റ് സർവീസ് പാർട്സും വണ്ടിയുടെ ചില നല്ല ഓൾമോസ്റ്റ് എല്ലാ പാർട്സും ഒക്കെ അവൈലബിൾ ഇപ്പോഴും സ്റ്റില്ലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ സമയദോഷം പോലിരിക്കും എല്ലാ കാര്യങ്ങളും. സോ കാർ വാങ്ങിക്കാൻ നിൽക്കുന്ന 5 പേർക്ക് ഞാൻ പറഞ്ഞു തന്ന എൻ്റെ ആൻസറുകൾ ഇതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.